നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, എങ്കിൽ കൂടിയും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ, ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് അത്രയേറെ വേദനയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് കാർഡ് പറയുന്നത്. അവരുടെ പ്രവൃത്തി, അവരുടെ കരിയറിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു. കാരണം അവസരം എന്ന് പറയുന്നത് അവരായിട്ടാണ് നഷ്ടപ്പെടുത്തിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ കാണുവാനായിട്ട്, നിങ്ങളോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് വാൻസ് കാർഡ് പറയുന്നത്. ആസ് എ ഡ്രീമർ, അവർ നിങ്ങളെയാണ് സ്വപ്നം കാണുന്നത്, നിങ്ങളിലേക്ക് വരുവാനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഹെർമിറ്റിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ബിസി ലൈഫിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ബിസി ലൈഫിൽ നിന്നും മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അവർ അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ്, നിങ്ങളെ അന്വേഷിക്കുകയാണ്. യൂണിവേഴ്സിനോട് ഒരു അവസരത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നർ റിഫ്ലക്ഷനെയാണ് കാർഡ് പറയുന്നത്. അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സോൾ സെർച്ചിങ് എന്ന് പറയുന്നത്, അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അവരിലേക്ക് ഇന്നർ വിസ്ഡത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളാണ് അവർക്ക് ശരിയായിട്ടുള്ള വ്യക്തിയെന്ന് അവർ മനസ്സിലാക്കുന്ന നിമിഷത്തെ കാണിക്കുന്നു. അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് തന്നെയാണ് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് കാർഡ് പറയുന്നു. ഇന്ന് അവർ തിരിച്ചറിയുന്നത് അവർ തന്നെയാണ് അവരുടെ മെൻറ്റർ, ഗുരു എന്നാണ്. അപ്പോൾ തീരുമാനമെടുക്കാനായിട്ട് അവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിയുന്നു. ഈ ഒരു ബന്ധത്തിൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, അവിടെയാണ് സന്തോഷത്തെ കാണുന്നത് അവർ. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്.